ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സായുധ സേനയുടെ സേവനങ്ങൾക്ക് രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദംപൂർ വ്യോമതാവളം പ്രധാനമന്ത്രി സന്ദർശിച്ചു. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സിബിഎസ്ഇ 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 88.39. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കും. യുകെയിൽ സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള താമസ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ദീർഘിപ്പിച്ചു. ഐപിഎൽ മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ചു. വ്യോമതാവളത്തിൽ ഇന്ന് രാവിലെ എത്തിയ അദ്ദേഹം സേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. സായുധ സേന നൽകുന്ന സേവനങ്ങൾക്ക് രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. നിശ്ചയദാർഢ്യം, നിർഭയത്വം, ധീരത എന്നിവയുടെ പ്രതീകമായ സേനാംഗങ്ങൾക്ക് ഒപ്പമുള്ള നിമിഷങ്ങൾ ഏറെ വിലപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി വ്യോമതാവളം സന്ദർശിക്കുന്നത്. സേനാംഗങ്ങളോടൊപ്പമുള്ള ചിത്രങ്ങളും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഇന്ത്യൻ പൌരന്മാർക്ക് നേരെയുള്ള ആക്രമണ നീക്കങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന സന്ദേശം ഓപ്പറേഷൻ സിന്ദൂർ ഭീകര സംഘടനകൾക്ക് നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോടുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പോരാട്ടത്തിന് അടിവരയിടുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ ശക്തി ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കാനും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലൂടെ സാധിച്ചതായി ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमने आतंकवादियों को मिट्टी में मिलाने के लिए भारत की सेनाओं को पूरी छूट दे दी और आज हर आतंकी, आतंक का हर संगठन जान चुका है कि हमारी बहनों बेटियों के माथे से सिंदूर हटाने का अंजाम क्या होता है. പാകിസ്ഥാനുമായി ഭീകരവാദത്തെക്കുറിച്ചും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുമല്ലാത്ത ഒരു ചർച്ചയ്ക്കും ഇന്ത്യയ്ക്ക് താൽപര്യമില്ല. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പാക് സൈന്യം തുടരുന്നതെന്നും ഇത് സ്വന്തം തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ശ്രീ മോദി വിമർശിച്ചു. ഭീകരതയും ചർച്ചകളും ഒന്നിച്ചു പോകില്ല. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായാണ് നിർത്തിവച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വരും ദിവസങ്ങളിലെ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ വിലയിരുത്തും. ഇന്ത്യയ്ക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും ശക്തവും ദൃഢവുമായ മറുപടി നൽകും. ആണവ ഭീഷണിയും വിലപേശലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഭീകരരെ പോലെ തന്നെ നേരിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हर प्रकार के आतंकवाद के खिलाफ हम सभी का एकजुट रहना हमारी एकता, हमारी सबसे बड़ी शक्ति है. निश्चित तौर पर ये युग युद्ध का नहीं है, लेकिन ये युग आतंकवाद का भी नहीं है. टेररिज्म के खिलाफ जीरो टॉलरेंस ये एक बेहतर दुनिया की गारंटी है. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന്റെ ആദ്യ 3 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന് പ്രതീക്ഷിച്ചതിലും വലിയ നാശനഷ്ടം നേരിടേണ്ടി വന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാൻ ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചതിന് പിന്നാലെ മെയ് 10-ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഡിജിഎംഒയെ സമീപിച്ചെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ എല്ലാ ഭീകരപ്രവർത്തനങ്ങളും സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ ഉറപ്പ് നൽകിയതോടെയാണ് പാക് ഭീകരർക്കും സൈനിക കേന്ദ്രങ്ങൾക്കുമെതിരായ പ്രത്യാക്രമണം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. സംയുക്ത സേനാ മേധാവി, പ്രതിരോധ സെക്രട്ടറി, കര നാവിക സേനകളുടെ മേധാവിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് വിമാനത്താവളങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ. സർവീസുകളുടെ പുതിയ സമയക്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. ഇൻഡിഗോ വിമാന കമ്പനിയും ജമ്മു, ശ്രീനഗർ, ലേ, അമൃത്സർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള ഇന്നത്തെ എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ചില വിമാന സർവീസുകൾ വൈകുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾക്കായി യാത്രക്കാർ ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ജമ്മുവിലെ അതിർത്തി മേഖലയ്ക്ക് പുറത്തുള്ള ജില്ലകളിലെയും കശ്മീർ ഡിവിഷനുകളിലെയും
സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് ജമ്മുകശ്മീർ സർക്കാർ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടൻ തുറക്കില്ല. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലുള്ള സുക്രു കെല്ലർ വനമേഖലയിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ. വനമേഖലയിൽ ഭീകരരുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരസേനയും പോലീസും സിആർപിഎഫും ചേർന്ന് നടത്തിയ സംയുക്ത നടപടിക്കിടെയാണ് വെടിവയ്പുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 88.39% വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.41% വർധനവാണ് ഇത്തവണ ഉണ്ടായത്. 99.60% വിജയവുമായി വിജയവാഡ മേഖലയാണ് ഒന്നാമത്. 99.32% വിജയവുമായി തിരുവനന്തപുരം മേഖല രണ്ടാമതെത്തി. പെൺകുട്ടികളാണ് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവച്ചത്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളും 100% വിജയം കരസ്ഥമാക്കി. CBSE results.nic.in results.nic.in തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാൻ സാധിക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് വിരമിക്കും. 2024 നവംബർ 10 ചുമതലയേറ്റ അദ്ദേഹം 6 മാസത്തെ സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത്. പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് നാളെ ചുമതലയേൽക്കും. 2025 നവംബർ 23 വരെയാണ് അദ്ദേഹത്തിന്റെ നിയമന കാലാവധി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം. പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവേശന നടപടികൾ. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. 24-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. ജൂൺ 18-ന് ക്ലാസുകൾ ആരംഭിക്കും. തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ഭാഗികമായി പുനരാരംഭിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഇപ്പോൾ മണൽ നീക്കം ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. മുതലപ്പുഴയിൽ വ്യാഴാഴ്ച മുതൽ ഡ്രഡ്ജിംഗ് ആരംഭിച്ചെങ്കിലും യന്ത്രസാമഗ്രികൾ കേടായതിനെ തുടർന്ന് ഞായറാഴ്ച മണൽ നീക്കം മുടങ്ങിയിരുന്നു. തുടർന്ന് യന്ത്രസാമഗ്രികൾ കൊച്ചിയിൽ നിന്ന് മുതലപ്പുഴയിൽ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത്. 4 ഹിറ്റാച്ചികളും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. നീക്കുന്ന മണൽ താഴമ്പള്ളി ഭാഗത്താണ് നിക്ഷേപിക്കുന്നത്. 130 മീറ്റർ നീളത്തിലും 70 മീറ്റർ വീതിയിലും 9 മീറ്റർ ആഴത്തിലുമായി ഏകദേശം 2 ലക്ഷത്തിലധികം ക്യൂബിക് മീറ്റർ മണലാണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം നന്തൻകോട് കൂട്ടക്കൊലക്കേസിൽ അല്പസമയത്തിനകം ശിക്ഷാവിധി പുറപ്പെടുവിക്കും. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേസിൽ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ മജിദയിൽ വ്യാജമദ്യം കഴിച്ച് 14 പേർ മരിച്ചു. 6 പേർ ചികിത്സയിലാണ്. മദ്യം വിതരണം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച IPL മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കുമെന്ന് BCCI. 17-ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. എന്നാൽ മൊഹാലിയിലും ധരംശാലയിലും മത്സരമുണ്ടായിരിക്കില്ല. UK-യിൽ സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള താമസ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി നീട്ടിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ധവളപത്രം പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റക്കാരുടെ തൊഴിൽ നൈപുണ്യ പരിധി ഉയർത്തുമെന്നും ബിരുദവും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും കർശനമാക്കുമെന്നും കെയർ സ്റ്റാമർ പറഞ്ഞു. അടുത്ത 4 വർഷം കൊണ്ട് കുടിയേറ്റക്കാരുടെ എണ്ണം വളരെയധികം കുറയ്ക്കാൻ പുതിയ മാനദണ്ഡങ്ങൾ സഹായിക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിദേശത്ത് നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിരോധിക്കാനും UK പദ്ധതിയിടുന്നുണ്ട്. ഗാസയിൽ തടങ്കലിലായിരുന്ന ഇസ്രായേലി അമേരിക്കൻ ബന്ദി ഏദൻ അലക്സാണ്ടറിനെ ഹമാസ് മോചിപ്പിച്ചു. 19 മാസത്തോളം തടവിലായിരുന്ന ഏദനെ ഹമാസുമായുള്ള US-ന്റെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് വിട്ടയച്ചത്. ഏദന്റെ മോചനത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. 78ാമത് കാൻസ് ചലച്ചിത്രോത്സവത്തിന് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 12 ദിവസത്തെ മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ചലച്ചിത്ര പ്രതിഭകൾ പങ്കെടുക്കും. ലൈറ്റ്സ്, ബ്യൂട്ടി ആൻഡ് ആക്ഷൻ എന്നതാണ് ഇത്തവണത്തെ കാൻസ് മേളയുടെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനയുടെ സേവനങ്ങൾക്ക് രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദംപൂർ വ്യോമതാവളം പ്രധാനമന്ത്രി സന്ദർശിച്ചു. രാജ്യത്തെ സുരക്ഷാ സ്ഥിതികൾ വിലയിരുത്തുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 88.39. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കും. UK-യിൽ സ്ഥിരതാമസം അനുവദിക്കുന്നതിനുള്ള താമസ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ദീർഘിപ്പിച്ചു. IPL മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.